അടുത്തയാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ജോ ബൈഡൻ ഒഴിയുന്നത്. ഇതിനു മുന്നോടിയായി ഓവൽ ഓഫീസിൽ വെച്ചായിരുന്നു ബൈഡന്റെ പ്രസംഗം. അധികാരം സമ്പന്നരിൽ കേന്ദ്രീകരിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് ജോ ബൈഡന്റെ വിടവാങ്ങൽ പ്രസംഗം. മാത്രമല്ല, ഭാവിയിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ സമ്പന്നരുടെ ഭീഷണിക്കെതിരെയും എഐയുടെ തെറ്റായ വിവരങ്ങൾക്കെതിരെയും ജാഗ്രത പാലിക്കണമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രയേൽ ഗാസ സമാധാന കരാർ നേട്ടമായി എടുത്തു പറഞ്ഞാണ് ബൈഡൻ പ്രസംഗം ആരംഭിച്ചത്. ഗാസ ഇസ്രയേൽ സമാധാന കരാറിനായി പ്രയത്നിച്ചത് തന്റെ ടീമാണെന്നും ബൈഡൻ വ്യക്തമാക്കി. അമേരിക്കയുടെ അടിസ്ഥാന ആശയം എല്ലാവർക്കും തുല്യനീതിയും അവസരങ്ങളുമാണെന്നും വിടവാങ്ങൽ പ്രസംഗത്തിൽ ബൈഡൻ വ്യക്തമാക്കി. ജനാധിപത്യ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു. ഇത് ജനാധിപത്യത്തിനും തുല്യ അവകാശങ്ങൾക്കും ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് അമേരിക്കയിൽ അതിരുകടന്ന സമ്പത്തിന്റെയും സ്വാധീനത്തിന്റെയും വേരുകൾ രൂപപ്പെട്ടു വരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അത് നമ്മുടെ മുഴുവൻ ജനാധിപത്യത്തെയും നമ്മുടെ അടിസ്ഥാന അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അക്ഷരാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, അമേരിക്കയിലെ മാധ്യമ സ്വാതന്ത്ര്യം വഷളാകുന്നുവെന്നും ബൈഡൻ പറഞ്ഞു. മാധ്യമങ്ങൾ തകരുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ആളുകൾ ദുർബലരാകുന്നുവെന്നാണ് ബൈഡൻ പറയുന്നത്. സോഷ്യൽ മീഡിയ വസ്തുതാ പരിശോധന അവസാനിപ്പിക്കുന്നുവെന്നും ബൈഡൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.